നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. കോടതി മുറി ആയിരുന്നെങ്കിൽ ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ. വെറുതെ അല്ല വട്ടുമേനോന്ന് ചിലർ വിളിക്കുന്നത്. ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും. രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ? കഴിക്കേ. നല്ല വിരലുകൾ. താല്പര്യമുണ്ടോ? നമുക്ക് ആലോചിക്കാം. 4-5 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറയുമായിരുന്നു. 1-2 രാത്രിക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ സ്റ്റാഫിനെ കിട്ടില്ല. അത് ഡോക്ടറുടെ തോന്നലാണ്. നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും 2-3 പെമ്പിള്ളാർ കാണും. ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കടപ്പുറ കണ്ടിട്ടുള്ളവരാണ്. ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട്, പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട്. ഇപ്പൊ വിളിച്ചാലും വരും, കാണണോ? പക്ഷെ അത് മടുത്തു. ഇനിയും കക്ഷി പോയില്ലേ? എന്താ, ഞാൻ പോണോ? വേണ്ട വേണ്ട, കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു പിള്ള പറയുന്ന കേട്ടു. ആലോചനകൾ ഇവിടെ, വിവാഹം സ്വർഗത്തിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ. തമാശ കളി രാജീവ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉപദേശമാണെങ്കിൽ വേണ്ട. ഇവിടെ വന്നപ്പോ ദേ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. സോറി ഡോക്ടർ. താനെന്താ സന്യാസം തുടങ്ങാൻ പോന്നോ? ഏകാന്തയിൽ വന്നൊരു ധ്യാനം. എന്ത് പറ്റിയടോ? വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിടുവാക്ക് പറഞ്ഞു. ഈ ക്രിസ്മസിന് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലം വെച്ചിട്ടൊക്കെ കാണിക്കാന്ന്. അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുക. അതിനെന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. ഒരു 5 പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കണമെങ്കിൽ എത്ര രൂപയാവും? എന്തിനാ ഹോട്ടല്? പിന്നെ 3 പിള്ളേരും തന്തയും തള്ളയും എല്ലാം കൂടെ ആ പൊത്തുവെള്ളം മുറിക്കാൻ താമസിക്കാൻ പറ്റുമോ? പിന്നെ വെള്ളം വേണം, വെളിക്ക് പോണം. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവും. തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാമെന്ന് വെച്ചിട്ടാണോ? എന്നാ ഞാൻ പോയി കൊണ്ടുവരട്ടെ? താൻ പോയി കൊണ്ടുവാടോ. ഹലോ. ആണ്ടെ എല്ലാരും ഒത്തിരിട്ട് കേട്ടോ. ഇതെന്നാ മനുഷ്യനെ ഈ പെട്ടി അങ്ങോട്ട് പിടിച്ച് വർത്താനൊക്കെ പിന്നെ പറയാം. എടാ കൊച്ചനെ ഇതിനെ അങ്ങോട്ട് പിടിച്ച്. ഇതാണ് നമ്മുടെ റാണി ലക്ഷ്മി ഭായി, ചങ്ങനാശ്ശേരി. തിരി ആംബിയർ കൂടുതലാ. ജോസന്റെ കർത്താവെ എടുത്തിറക്കാം. ഇങ്ങോട്ടിറങ്ങി വേടാ. എനിക്ക് ഇനി തീവണ്ടി പോണം. അമ്മച്ചി, അപ്പന്റെ മണം. ഇവൻ കയറി ഇരിപ്പായോ? എടാ അങ്ങളുടെ പാൻറ്റൊക്കെ ചീത്ത ഇറങ്ങ്. വേണ്ട വേണ്ട, അപ്പം വേണ്ട, അങ്കിള് മതി. കുഴപ്പമില്ല, അവിടെ നോട്ടെ. മോനെ, നിനക്ക് അങ്കിളിനെ അങ്ങ് ഇഷ്ടമായോ? അവൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ട പിന്നെ മേത്തൊന്നും മാറത്തില്ല. ഒന്നും മറന്നിട്ടില്ലല്ലോ. എന്റെ ഈശോയെ, എന്റെ ചെരുപ്പ്. ആ ട്രെയിനങ്ങ് പോയി, ഇനി അത് കിട്ടത്തില്ല. കഷ്ടായല്ലോ, മേടിച്ചിട്ട് 1 മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ. എന്റെ പാറപ്പള്ളി മാതാവേ, എന്റെ ചെരുപ്പ് തിരിച്ചിട്ടാണ് ഇത്രയും മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മാതാവിന് ഇപ്പൊ ചെരുപ്പിന് വെച്ച് നടക്കല്ലേ പണി. ഇതാരാണെന്ന് മനസ്സിലായോ? അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ് മേനോൻ. ഇത് എന്റെ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? കൊച്ചന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? കുറച്ച്. ഓ, അതൊക്കെ മതി. ഞങ്ങളുടെ വീട്ടിൽ ആകെ 2 മുറിയേ ഉള്ളൂ. അപ്പച്ചൻ വന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഇറച്ചി മീനൊക്കെ വയ്ക്കാല്ലേ? അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്രോസ് വിസ്താരമൊക്കെ. ശരിയാ, അമ്പിയർ കൂടുതലാ. അവിടെ ഇട്ടാൽ ഞാൻ വീട്ടിൽ പോട്ടെ. നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥയാന്ന് പറയാ. അതെ അതെ, വന്നിറങ്ങാൻ തുടങ്ങി. നടക്കും മോളെ. ഇത് തുറക്കാനും വയ്യ.
കൊച്ചനെ ഈ കഥ ഒന്ന് തുറന്നേ. ആ. ആരുടെ ഈ കൊട്ടാരം? ഇതാ എന്റെ വീട്. ഈശോയെ, വീടോ? എടാ ജോസേ, തൊമ്മ, ഇത് അങ്കിളിന്റെ വീടാണെന്ന്. എന്റെ പുണ്യാളാ. എടി മറിയാമേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കാണ്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറി. ചെല്ലേ ചെല്ലു മക്കളെ. ബാ. ഒരു കഥയില്ലാത്തവളാ, ഒന്നും തോന്നരുത്. പിള്ളേരും മോശമല്ല. നമ്മുടെ അല്ലേ? നമ്മുടെ എന്റെ. ആ അങ്ങനെ. ആ, ഞാൻ പേടിച്ചു പോയി. അടങ്ങി നിൽക്കണം. പോടാ പുറത്ത്. അത് പോ. അത് പോ. എന്താ പിന്നെ പിള്ളേര് പറഞ്ഞ് നോക്കാൻ കിട്ടില്ലേ? അടിക്കല്ലേ? ദാ, ദാ അവിടെ നിൽക്ക. എടി മറിയാമേ, കർത്താവേ, ഇത് അടിക്ക് പിടിച്ചല്ലോ. ഉപ്പ് ഇത്തിരി കൂടുതലാ. ഓ, എന്തൊരു എരിവായതിന്. കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഉപ്പ് കൂടുതൽ തന്നെയാ. സ്പൂൺ കഴുകാതെ അതിൽ തന്നെ ഇട്ടെന്തിനാ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ശ്രദ്ധയാ. ഓ പിന്നെ, ചുണ്ടിലൊന്നും മുട്ടിന്ന് വെച്ചപ്പോ എന്നാ വരാനാ? ഞങ്ങൾക്കാർക്കും ഇവിടെ പകരുന്ന രോഗമൊന്നും ഇല്ലേ എന്റെ അപ്പാ. ദേ, ആ പിള്ളേരെ നടക്കി നിർത്ത്. ഇല്ല ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടും. പിള്ളേരടങ്ങാനും കളിച്ച് നടക്കട്ടെ. ഇത് ഞാൻ എന്റെ പാട് നോക്ക്. പാട് നോക്ക്. അപ്പനെ കയറി കൂരിന്ന്. ആ കണക്കായിപ്പോയി. ഇങ്ങോട്ട് വാങ്ങിക്കടാ. എന്ത് വേണം? ഈ കുട്ടികളെ നിലയ്ക്ക് നിർത്തണം. ഇതെന്താ ഭ്രാന്താലയമാണോ? ദേ, എന്റെ കുഞ്ഞുങ്ങളെ പ്രാന്തന്മാരെന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. നിങ്ങൾ കളിച്ചോ പിള്ളേരെ. എടാ രാജ, അന്നേ ഞാൻ പറഞ്ഞതാ സംസ്കാരം ഇല്ലാത്ത നിങ്ങളെ ഒന്നും വീട്ടിൽ വിളിച്ച് കയറ്റരുതെന്ന്. എടാ രാജ, എന്താടാ ഇതൊക്കെ? ചന്തയാണോ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യടാ. ശരി സാർ. ആരാ രാജ ഇത്? പിള്ള സാറ് മാനേജരാ. ആ ആ, അത്രേ ഉള്ളൂ. പോവാൻ പറ. അയ്യയ്യയ്യയ്യയ്യ, നല്ല ചേലായിട്ടുണ്ട്. കുടിച്ചു കൂത്താടിയാണല്ലോ വരുന്നത്. നിങ്ങളോ നശിച്ചു. ഇനി ഈ കൊച്ചനെയും കൂടെ ചീത്തയാക്കണോ? അയ്യോ, ഇക്കാര്യത്തിൽ ഇവനാ എന്റെ ഗുരു. ഇല്ലടാ. ആ മാനേരെ കൂടെ വിളിക്കട്ടെ. വിളിച്ചിപ്പോ വരും. എന്തോ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഇപ്പൊ വരും. പിള്ളേര് കഴിക്കേ കഴിക്കേ. അങ്കിളിന്റെ കൂടെ ഇരിക്കണം. ആ വാ. ആ, ആ, അപ്പന്റെ ഉള്ളിൽ വാ. വേണ്ട, അങ്കിളിന്റെ കൂടെ ആ, ഇരിക്കണം. വേണ്ടെന്നേ. അങ്ങനെയോടെ വാ. ഒന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഏയ്, ഇങ്ങോട്ട് വിളിക്ക്. അത് സാരമില്ല. അങ്ങോട്ടിരുന്നോ. ആ. അങ്ങ് വാ. അവൻ. ആ. ഹലോ, കുറേശ്ശെ കൊടുക്കണോ കൊച്ചാ? വെള്ളം വെള്ളം തരാം. ദാ. വാ വാ. ഹ, എന്താണ് കാണിച്ചേ? ആ ആ, അത് പോട്ടെ അത് പോട്ടെ. അത് കുഴപ്പം. ആ അങ്കിളിരിക്കേ. ഇവിടെ ഇവിടെ അല്ല അങ്കിൾ അവിടെ വേണ്ട. ഇരിക്കേ. ഈ ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. കുറെ കാലത്തിനിടയ്ക്ക് രാജീവ് ഇവിടുന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടല്ലോ. ആഹാ, അപ്പൊ നേരത്തിന് വീട്ടിൽ വരുവൻ തീറ്റയൊന്നും ഇല്ല അല്ലേ? കെട്ടികളും കുട്ടികളൊന്നും ഇല്ലാത്തതിന്റെ കേടാ. ഉം, അപ്പച്ചോ, നമ്മുടെ ശങ്കരനാരുടെ ഒരു മോളില്ലേ, ഉം. ഇങ്ങോട്ടൊന്ന് നോക്കിയാ പറ്റോ? ആ, ആ, ആ. ഇത്രയും മുടിയായിട്ടൊരു പെണ്ണ്. ഉം. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഉം. ഇത്തിരി ഉണ്ടയായി എന്നൊരു കുറവേ ഉള്ളൂ. ഓ, പൊക്കത്തിൽ എന്നാന്ന് ഇപ്പൊ എത്ര വലിയ കാര്യം. ഓ, അതെ, അത് ഞാൻ സമയമാകുമ്പോ മറിയാമ്മയോട് പറഞ്ഞോളാം.
എന്നെ വിളിച്ച മറിയാമ്മയോ? ആ ആ ആ ആ സ്വത്തും പണം ഉണ്ടെന്ന് വിചാരിച്ചേ മൂത്തവരെ കയറി പേര് വിളിക്കണമെന്നില്ല, ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ല പിന്നെ ഒരു കഥ പറയങ്കിൾ, ഉം. ഒരു കഥ പറയങ്കിൾ. ആ കഥയൊക്കെ നാളെ പറയാം. അങ്കിൾ അങ്കിൾ ഒരു കഥയൊക്കെ കഥ നാളെ പറയങ്കിൾ. പറയാം. നാളെ ഒറ്റ നാളെ കഥ പറയാം. ഇല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല. ആയല്ലോ. ആ, പറയാം 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 പറയാം. ഒരിടത്ത് ഒരു രാജാവുണ്ട്. കഥയല്ല, ഇത് വേറെ കഥ, വേറെ രാജാവിന്റെ കഥ. ഒരിടത്ത് വേറൊരു രാജാവുണ്ട്. ഒരു ഉറക്കം തൂങ്ങി രാജാവ്. ആ രാജാവ് എപ്പോഴും ഉറക്കുക. കട്ടില് കണ്ട ഇങ്ങനെ കിടന്ന് അങ്ങ് ഉറങ്ങുക അയാള്. എന്നിട്ട് അത്രേ ഉള്ളൂ. എന്നിട്ട് കഥ പറയണ്ടേ? ബാക്കി പറ. ഏത് നേരത്തെ എനിക്ക് ബുദ്ധി തോന്നിയത്? എന്താ? ആ പറയാം. അപ്പോഴേ ഈ രാജാവിനൊരു ഗുണമുണ്ട്. ഈ രാജാവിനെ ആരെങ്കിലും തൊട്ടാ അവരങ്ങ് ഉറങ്ങിപ്പോവും. ഇപ്പൊ മന്ത്രി എന്ന് തൊട്ടാ മന്ത്രി ഉറങ്ങും, റാണി എന്ന് തൊട്ടാ റാണി ഉറങ്ങും, രാജകുമാരി എന്ന് തൊട്ടാ രാജകുമാരി ഉറങ്ങും. ഇപ്പൊ ഞാൻ രാജാവ്, എന്നെ തൊട്ടെ ആടാ ഉറങ്ങിയാണ്ടോ. മോള് തൊട്ടെ മോളുറങ്ങി, മോൻ തൊട്ടെ മോനും ഉറങ്ങി. അങ്ങനെ ആ രാജ്യം മുഴുവൻ ഒരു രാത്രിയും പകലും കിടന്ന് ഉറങ്ങി. എന്നിട്ട് മനസ്സിലായി എന്നിട്ട് അത്രേ ഉള്ളൂ. ഈ കറിയാച്ചിന് ഉറക്കം ഇത്രയും പ്രയാസമില്ല. എന്നിട്ട് രാവിലെ രാജാവ് എണീറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ച് ആഫീസിൽ പോകും.